ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തിരിച്ച് സ്വാഗതം ഒന്നും പറയില്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് സ്വാഗതം പറയുന്നുണ്ട്. നിങ്ങൾ തിരിച്ച് സ്വാഗതമൊക്കെ പറയും. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോരാ, ഇവിടെ ഇതിങ്ങനെ തിരിയുമ്പോൾ ഈ റോഡിൻ്റെ പേരാണ് അഡ്ലേഡ്, വയനാട് കൽപ്പറ്റ അഡ്ലേഡ് റോഡ് എന്ന് പറയും. ഈ റോഡ് ഇതിലിങ്ങനെ പോയി ഒരു 1 കിലോമീറ്റർ, എക്സാക്ട്ലി 1 കിലോമീറ്റർ പോയാൽ ഇവിടെ NMSM ഗവൺമെൻറ് കോളേജ് ഉണ്ട്. ആ കോളേജിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇന്ന് എന്നെ വിളിച്ചിരിക്കണേ. ഇന്ന് അവിടുത്തെ കോളേജ് ഡേ ആണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര അടുത്തുള്ളൊരു കോളേജിൽ നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ച്. പക്ഷേ ഇതല്ല ശരിക്കുള്ള റൂട്ട് വരുന്നത് ഇതാ, നിങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല. അങ്ങ് അവിടെ കുറേ മരങ്ങളില്ലേ, അതിൻ്റെ നടുവ് കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്. അവിടെ നിന്ന് NMSM കോളേജിൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കുമ്പോഴാണ് കുട്ടികൾ എത്തുക. പക്ഷേ ആ കുട്ടികൾക്ക് ഇതിലേയും വേണമെങ്കിൽ പോവാം. പിന്നെ NMSM കോളേജിൽ പഠിക്കുന്ന കുറേ കുട്ടികൾ ഇവിടെയൊക്കെ ഓരോ വീട്ടിൽ PG അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ടും പിന്നെ റൂമൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കോളേജ് ഡേ ആണ്. സോ ഹാപ്പി. ഇന്ന് കോളേജ് ഡേക്ക് പോകുമ്പം എൻ്റെ കൂടെ നാഗാലാൻഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൊഡക്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വൻ ഇവിടെ കൂടിയിരിക്കുകയാണ്, ഹാപ്പിയാണ്, സന്തോഷവാനാണ്. വിൽ ആസ്ക് ഹിം കം. സോ ദിസ് കം. ഇന്ന് എൻ്റെ കൂടെ നാഗാലാൻഡിൽ അവിടെ വരാം, അവിടുത്തെ കുറച്ച് പെൺകുട്ടികളെയൊക്കെ ആയിട്ട് കുറച്ച് മിങ്കിളാവട്ടെ, വീഡിയോസൊക്കെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശ്വൻ. ഇത് നാഗാലാൻഡ് ട്രഡീഷണൽ വെയർ ആട്ടോ അവിടുത്തെ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചെല്ലാം. അവിടെ ഉള്ളവർക്കറിയില്ല ഇപ്പം വരുന്ന കാര്യമൊന്നും. സൂപ്പറാണ്, അപ്പോൾ അടിപൊളി. ഇത് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ആട്ടോ നാഗാലാൻഡിൻ്റെ. വിച്ച് യുവർ ട്രൈബ്? ലോത്ത എന്ന് പറയുന്ന ട്രൈബിൻ്റെ ട്രഡീഷണൽ. ലോങ് പെൻസ്. ഓക്കെ, ഇതൊക്കെ ഒറിജിനൽ. ഇതൊക്കെ ബട്ടൺസ് നോക്ക്. ഒറിജിനൽ വാട്ട് ഈസ് ദിസ്? ടൈഗർ ടീത്ത്, സീഷെൽസ്. ഓക്കെ. ഈ നാഗാലാൻഡുകാരെ പ്രത്യേകത മീൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നാഗാലാൻഡുകാർ നമ്മളാ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊരു ഇതുണ്ട്. ഓര് എന്തിനും പിടിച്ച് തിന്നും, പട്ടീനെയും പൂച്ചേനെയും എല്ലാം തിന്നും. ഓരങ്ങോട്ട് എന്തിനും ചെയ്യാൻ പോയാൽ ഇതാക്കുന്നൊക്കെ സത്യമാണ്. അതായത് കേരളത്തിലത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിച്ച് തീർക്കുള്ളൂ, കൊല്ലൂല. പക്ഷെ നാഗാലാൻഡ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിങ്ങോട്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മളങ്ങോട്ട് എന്തെങ്കിലും ചൊറിഞ്ഞാൽ കൊല്ലും എന്നാണ് അർത്ഥം. That's the policy of Nagaland. Yes? Like what? I just tell them. Going to Nagaland is very safe. Yes. And if you make trouble there, yes. they will kill you. No killing. Yes, I know. There is law. Now we are all living under the law. If you make something wrong, if you are going to the village, different. Like tribal council is there, different. Like panchayat, you know panchayat, yes. Right? Like panchayat. But no killing now. There is law. But women are very safe in Nagaland. That's I know. We respect women a lot. But people outside, like people here in Kerala, if you think Nagaland is not safe, you please contact me or brother Yasin. We'll make an arrangement. No problem. You can come and enjoy the beauty of Nagaland. Yeah. Free. ഇനി നാഗാലാൻഡിലൊക്കെ പോവുകയാണെങ്കിൽ ലോക്ത വില്ലേജ്. Yes. Your village name? Woka. If you are going to Woka in Nagaland, just ask anyone, where is Rini? Okay. Akir, everybody knows him, his family. So just ask his name, he will come and help you if you are going there, right? Now I'm not. Yes, definitely I will help you guys. And now I'm not Rotha. I'm not Naga. I'm Kerala. I'm Malabar boy. Raghavan. Nina Bere Raghavan. ഇവിടുന്ന് one more. Savari. Nina Bere Raghavan. Sorry. സവാരി ഗിരിഗിരിയാണ് അപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പം പിന്നെ വേറെ സീനൊന്നുമില്ല. കോൾ വരുന്നുണ്ടോ? ഏതാ? ഓക്കെ, ഒരു കോൾ വരുന്നുണ്ട് കേസ്. അപ്പം നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിച്ച്, അപ്പം പിന്നെ വേണ്ട വിചാരിച്ചു. ഇതിലിങ്ങനെ അങ്ങോട്ട് പോയാൽ ഒരു 1/2 കിലോമീറ്റർ തികച്ചില്ല. അപ്പോൾ ഇതിലാണ്ട് ബൈക്കിലാണ്ട് പോകാൻ വിചാരിച്ച്. മെയിൻ റോഡിലേക്കൊന്നും കയറണ്ട, നമ്മളെ സ്വന്തം, നമ്മൾ പ്രൈവറ്റ് റോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പ്രൈവറ്റ് റോഡ് അല്ലെങ്കിലും ചെറിയ റോഡ് അങ്ങോട്ട് ഇത്ര അടുത്താണ്. അവിടെ നിന്ന് ശരിക്കും പാട്ട് വെച്ച് അവിടെ കേൾക്കും. രാത്രിയൊക്കെ വൻ മ്യൂസിക്കൊക്കെ കേൾക്കുമല്ലോ, അവിടെ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ പുരയിൽ പാട്ട് കേൾക്കും. റെനിയേ
അക്കേർ രാവിലെ മുതൽ റെഡി ആക്കിണ്ടെന്നാ പറഞ്ഞേ. ഫുള്ള് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഒബ്സർവേഷൻ കൈകൂടെ നിൽക്കും. അച്ഛനമ്മേനൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ ജീവിതം മെന്റലിസം ലഹരി പോലത്തെ മെന്റലിസം മോശപ്പെട്ട ഐ ഡോണ്ട് നോ ദാറ്റ് മച്ച് അബൌട്ട് ദാറ്റ്. നല്ല രീതിയുണ്ടോ ചെറുതൊന്നും നിങ്ങളില്ല. പാമ്പിനെ കണ്ടോ? ഡ്രാഗനെയോ? ഇതാണ് സംഭവം. ഇത്രയും ഭാഗത്തേക്കുള്ളത് കട്ടായിട്ടുണ്ട്. ഇനി അത് ഓക്കെ ആവും. അപ്പം എനിക്കിത് അറിയില്ല കുത്തി പറയാൻ. ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന സമയത്ത് മറ്റേ സുഡാനിലും അവിടെയൊക്കെ പോയിട്ട് സ്റ്റോറി കാണും. ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇതാകുമ്പോൾ സുഖമാണല്ലോ, യൂട്യൂബ് പൈസ മറ്റേ ഇഷ്ടത്തിൽ ജീവിക്കുകയും ചെയ്യാം, പൈസയും കിട്ടും, ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. ഭയങ്കര ബിഗ് ഫാൻ ആയിരുന്നു. മെസ്സേജ് നോക്കി മല്ലു ട്രാവലറിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളിങ്ങനെ ടൗണിൽ ഇങ്ങനെ ഇതാക്കും, ആര് ഏറ്റവും വലിയ നല്ല യൂട്യൂബർ. അപ്പോൾ ഞാൻ പറയും, ആര്? യാസീം വ്ളോഗ്. ഇത് ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് പൊക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ നമ്മളെ മെയിൻ അതിഥിയായ ഞാൻ എന്താ പറയുന്നതെന്ന് പറയാം, നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന നിങ്ങളെക്കാട്ടി സ്റ്റേജിൽ പേരുള്ള ആളാണ് ഞാൻ. സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം അദ്ദേഹം കൽപ്പറ്റ സ്വദേശിയാണ്. കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ട് പോകുന്നു. ഏകദേശം ഏതായാലും വൈകി പരിപാടി തുടങ്ങിയതായാലും ഇതിന്റെ യാസിനെ ഇന്ററാക്ഷൻ സെക്ഷൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ? ഇല്ല. ഹലോ, ഞാൻ ഇവരെങ്ങാട്ടി വലിയ ഇൻട്രോവേർട്ട് കേട്ടോ. മുന്നിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും, ഇല്ലാണ്ട് നടക്കില്ല. സംഭവം ഇവിടുന്ന് എനിക്ക് ചീത്തേക്കും, നിങ്ങളൊന്ന് മാറ്റി തരുമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മാറ്റി കൊടുത്ത് വീണ്ടും ഞാൻ കുറേ ഉള്ളിൽ കയറി ഇവനെ കുറേ നേരം വിളിക്കുന്നത്, ഓൻ്റെ നമ്പർക്കാണ് വിളിക്കുന്നത്, ആരും റെസ്പോൺസ് ചെയ്യുന്നില്ല. ആ ദേഷ്യത്തിന് ഞാൻ അശ്വം വന്ന പശുവിനോട് ഇറങ്ങി എന്ത് പരിപാടി ചെയ്യണേന്ന് കുറേ നേരമായില്ല വിളിച്ച്. അതിനാണ് ഇപ്പോൾ സോറി പറഞ്ഞത്. ഒരു യൂട്യൂബറാണ്, അപ്പോൾ നിങ്ങൾക്ക് യാത്ര ബന്ധപ്പെട്ടോ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഉത്തരം പറയാം. ഇവിടെ ഒരിടത്ത് മൈക്കുണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ കൈ വയ്ക്കി. ആർക്കും വേണ്ട, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, യൂട്യൂബ് ചാനൽ താല്പര്യമില്ല. ആ ഓക്കെ. ഏറ്റവും പോയാൽ ഇഷ്ടപ്പെട്ട രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ പോയിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ രീതിയിലാണ്. പക്ഷെ ഇന്തോനേഷ്യയിൽ മാത്രമാണ് നമ്മളെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റുക, ഭക്ഷണം തരിക. അതിൻ്റെ കാരണമല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേൾക്കുന്ന പാട്ടുകൾ സിനിമയൊക്കെ നമ്മളെ പണ്ടത്തെ ഷാറുഖ് ഖാൻ്റെയും വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ട്രിക്കാണ്, പറഞ്ഞുതരാം. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കും, അപ്പോൾ ഒരു 500 രൂപ വേർത്തിട്ട് എനിക്ക് ഇവിടെ കയറാൻ പറ്റായിട്ട് ഞാൻ പിന്നെ അശ്വിനും ആസിനും ഉള്ളതെന്ന് മാത്രമാണ് ഞാൻ കയറിയത്. നിങ്ങൾ വന്നിങ്ങനെ അടിക്കും ചെയ്ത് ഇൻട്രോവേർട്ട് പറഞ്ഞു. എങ്ങനെയാണോ ബാലൻസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? അങ്ങനല്ല, ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ തൻസാനിയയില് കിണർ കുഴിച്ച ഞാനല്ല, അത് വേറൊരു യൂട്യൂബർ യാത്ര ടുഡേ അറിയാം പുള്ളി കേട്ടോ. പിന്നെ ട്രൈബ്സിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ but my station name is Reni, and I'm from Nagaland, which is northeast part of India. I think we are, and now it's not only about me and Yasin, but it's about Nagaland and Kerala. Now 2 states have become friends, so good for him, and he's a very good guy, and his college compound is very beautiful, and കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോഴേ ആദ്യമേ പറഞ്ഞതാണ് സ്പീച്ചിൽ എന്നെ വിളിക്കരുത് എന്നുള്ളത്. എന്നാൽ കുഴപ്പമില്ല. പിന്നെ എങ്ങനെ പറഞ്ഞ് തുടങ്ങണ്ടേന്ന് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ എന്തായാലും അശ്വിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടോ. അശ്വിൻ്റെ മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ സെറ്റപ്പ്. അശ്വിൻ എന്നോട് പുറത്തുനിന്ന് സംസാരിച്ച പോലെ ഒന്നല്ല, ഇവിടെ വന്നപ്പോൾ അശ്വിൻ ആൾ മാറി. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ സെറ്റായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം സുപ്രിയ സുബീഷ്, അനഘ വിനോദ്,
സോ ഗൈസ്, നമ്മൾ കോളേജിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. മൈക്ക് ഓണാണ്, പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ 10 മിനിറ്റോളം എടുത്ത വീഡിയോ സൗണ്ട് ഇല്ലാതെയാണ്, അതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം കണ്ടത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. ഞാനും അക്കീറും എല്ലാവരും അടിച്ചു പൊളിച്ചു. ഭയങ്കര ഹാപ്പിയായി അവിടെ പോയി തിരിച്ച് വന്നപ്പം. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പിന്നെ വോയിസിൽ കിട്ടിയിട്ടില്ല. എന്തായാലും സാരമില്ല. ഇപ്പോൾ പ്രോഗ്രാമിനെ വിളിച്ച NMSM കോളേജിനും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കീർ എല്ലാം അടിപൊളിയായിരുന്നു ആ ഒരു ദിവസം. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. ബാക്കി അക്കീറോട് കുറച്ച് പരിപാടീസൊക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യിക്കാം. ഗൈസ്, നമുക്കൊരു പണിക്കാരൻ വന്നിട്ടുണ്ട് അങ്ങ് നേപ്പാളിൽ നിന്ന്. ഇവരെ വെറുതെ അല്ല ഈ നാഗാലാൻഡുകാർ ആസാമുകാരൊക്കെ നമ്മളിവിടെ മലയാളികൾ പണിക്കൊണ്ടിരുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടം പണിയെടുക്കാൻ. ഓക്കെ, പേയ്മെൻറ്റ് ഐ വിൽ ഗിവ്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിന്ന് മുതൽ വൃത്തിയാക്കി എന്താ ചോദിച്ചപ്പം വെറുതെ ഇരിക്കാൻ പറ്റൂലെന്ന്. No payment, bilkul. Food and payment, okay? And stay. No payment. Full ഇതൊക്കെ വർക്ക് ചെയ്യണോക്കെ. ബാങ്കൊക്കെ കൊടുത്തിക്കണേ. നോമ്പറക്കാനൊന്നും വേണ്ട. ഫുഡ് ആദ്യം അല്ല, ഫുഡ് വൃത്തിയാക്കിയിട്ട് എന്ത് പരിപാടിക്കുള്ളൂ. ഒരു മടിയില്ലാണ്ട് ഒരു സമ്മതിച്ചിട്ടോ. ഫുള്ള് ക്ലീൻ. വെരി ഗുഡ്. യു ഗുഡ് വർക്കർ. ഡോണ്ട് ഗോ. ഓക്കെ, I will give you job here. Okay. Amma always cooking for us. Okay. അമ്മ എപ്പോഴും കുക്ക് ചെയ്ത് തരുന്നില്ലേ, അമ്മക്ക് കുറച്ച് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നാളെ ഇവിടെ പണിക്കാർ വരുന്നുണ്ട് വൃത്തിയാക്കുന്നൊക്കെ പറഞ്ഞവനോട്. നടക്കൂല, ഞാൻ ക്ലീൻ ആക്കുന്ന പറയുന്നത്. എന്താലേ, കെയർഫുൾ, മേ ബി സ്നേക്ക്.